ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ വിചാരം ഈ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എളുപ്പം പോയി ടെർമിനേറ്റ് ചെയ്യാമല്ലോ എന്നാണ്. പക്ഷേ അതിൻ്റെ ഉൾവശങ്ങൾ എങ്ങനെ ചെയ്യാം, എപ്പോൾ ചെയ്യാം, എവിടെ ചെയ്യാം, ഇത് സേഫാണോ, ഇതിൻ്റെ സൈഡ് എഫക്ട്സ്, റിസ്കുകൾ, ഷോർട്ട് ടേം എന്തൊക്കെയാണ്, ലോങ് ടേം എന്തൊക്കെ റിസ്കുകളുണ്ടെന്നൊന്നും ആളുകൾക്ക് ആക്ച്വലി അറിയില്ല. പിന്നെ മിക്ക ഗൈനക്കോളജിസ്റ്റുകളും ടെർമിനേഷൻ ചെയ്യില്ല. പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല. കാരണം ആളുകൾക്ക് പലർക്കും ഒരു ഫീലിംഗ് ഉണ്ട്, റൈറ്റ്ഫുള്ളി ദാറ്റ് ഇത് ശരിയല്ല ചെയ്യുന്ന, തെറ്റാണെന്നും ഇത് പാപമാണെന്നോ കൊലപാതകമാണെന്നോ ഒക്കെ പറയുന്ന കാര്യമുണ്ട്. ഇതെല്ലാം സംബന്ധിച്ചു ഇത് നല്ലൊരു കാര്യമല്ല. പക്ഷേ വാട്ട് ഇഫ് ഇറ്റ് ഹാപ്പൻസ്? ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് 15 വയസ്സ് 16 വയസ്സിലൊക്കെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് അറിയാതെയും ചിന്തിക്കാതെയും പറ്റില്ല. തെറ്റുകൾ ആർക്കും പറ്റാം. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. ഇതിനെക്കുറിച്ചിട്ട് ശരിയായൊരു നോളജ് വേണം. എന്നിട്ട് ആവശ്യമില്ലാത്ത പ്രഗ്നൻസി നമ്മൾ തടയുക. കോൺട്രസെപ്റ്റീവ് ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യും. അത് തടയണത് തന്നെയാണ്. ഇത് ചെയ്യണം എന്നല്ല പറയുന്നത്, ഇത് ശരിയാണെന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആവശ്യം വന്നാൽ അതിൻ്റെ സയൻറ്റിഫിക് നോളജ് തന്നെ വേണം. അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ കീഴിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ടെർമിനേഷൻ.